നമ്മളിത് 185 കൊടുക്കാം. 185 17 വണ്ടി അല്ലേ? പ്രൈസ് നമുക്ക് ഓഫർ കൊടുക്കാം 5,25,000 രൂപ കൊടുക്കാം. 5,25 17 വണ്ടി അല്ലേ? ഓ സ്വിഫ്റ്റിന്റെ വില പോലും ആയില്ലല്ലോ. ഇല്ല, വില നമുക്ക് ഓഫർ കൊടുക്കാം. 3,27,000 രൂപ കൊടുക്കാം. 3,25 16 വണ്ടിയോ? 16K8 ഫുൾ ഓപ്ഷൻ ഡീസൽ. അതും ഹിസ്റ്ററി പക്ക വണ്ടി. ഹിസ്റ്ററിയുള്ള വണ്ടി. ഓ അത് നല്ല പ്രൈസ് ആട്ടോ. അത് നമുക്കൊരു 3.5 ലക്ഷം ലോൺ കൊടുക്കാം. 3.5 കൊടുക്കാം. അല്ലെങ്കിൽ മോഡൽ 2018. ഈ ക്രോസ് വണ്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവ് എടുത്തത്. അതെ, കഴിഞ്ഞ കുറേ വീഡിയോസിൽ എല്ലാത്തിലും ഏത് വീഡിയോയിൽ ഞാൻ എടുക്കാൻ വരുമ്പോഴും എല്ലാവരും എന്നോട് പറയും നല്ല ഓഫർ പ്രൈസിൽ ഈ വണ്ടികളെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഓഫർ തന്നെ പറഞ്ഞ് കൊടുത്തോളാൻ പറയും. അപ്പോൾ എന്തായാലും ഓഫർ എന്ന് പറഞ്ഞ് മടുത്തു, കേട്ട് നിങ്ങളും മടുത്തു എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഓഫർ എന്നൊന്നും പറയുന്നില്ല, നല്ല വില കുറച്ചിട്ട് ഇപ്രാവശ്യം നമ്മുടെ സ്വന്തം സ്ഥലത്ത്, അതായത് ക്ലബ്സി ഓട്ടോമോട്ടീവിൽ കുറച്ച് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് സാധാരണക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഷോറൂമാണ്. പിന്നെ ആ ഒരു കാറ്റഗറിയിലുള്ള വണ്ടികളാണ് ഇവിടെ കൂടുതൽ അവൈലബിൾ ആവരുത്. ഇനിയിപ്പോൾ പൈസക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വണ്ടി വേണം, മഞ്ചേട്ടൻ ഡൽഹിയിൽ നിന്ന് മൂപ്പരെടുത്ത് പറഞ്ഞാൽ നല്ല അടിപൊളി വണ്ടികൾ അതും എടുത്ത് തരും. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഇതിനകത്തുണ്ടാവും. അപ്പോൾ നല്ല വില കുറച്ചിട്ട് ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടി എടുത്താൽ ഡീസലിന് 25 കിലോമീറ്റർ മൈലേജ് ഒക്കെയുള്ള വണ്ടി കേട്ടോ. ഈ വണ്ടിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നേരെ വരേണ്ടത് ക്ലബ്സിയിലേക്കാണ്, ക്ലബ്സി ഓട്ടോമോട്ടീവിലേക്കാണ്. ഇവരുടെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ നിന്നും നമ്മൾ മാവൂരേക്ക് പോകുമ്പോൾ വെള്ളിപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ ഒരു മീഡിയ വണ്ണിൻ്റെ ഓഫീസൊക്കെ ഉണ്ട്, മീഡിയ വൺ ചാനലിൻ്റെ, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല വില കുറച്ച് കുറേ വണ്ടികളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല, നമ്മുടെ സനു ബ്രോ ഉണ്ട്, ഒന്ന് കാണിച്ചു തരാം. സനു ബ്രോ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് നല്ല കിഡിലും കുറേ വണ്ടിയുടെ വണ്ടികളുണ്ട്. എന്തായാലും ഈ റെന്റിംഗ് ഒക്കെ ആയതുകൊണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയാം ഓഫർ ഒന്നും പറയണ്ട അല്ലേ? ഓഫർ ഒന്നും പറയണ്ട, നമുക്ക് മാന്യമായ വിലയ്ക്ക് കൊടുക്കാം. ഫൈനൽ പ്രൈസിൽ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫൈനൽ പ്രൈസിൽ നമ്മൾ മാക്സിമം നല്ല വണ്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫൈനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ എപ്പോഴും കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഓഫർ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ കമന്റ് വരുന്നത് ഓഫറെ കുറിച്ചിട്ടാണ്. അതെ. അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും പറയുന്നില്ല. ഈ ഒരു ഷോറൂമിൽ നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഒരുപാട് വണ്ടികൾ പുതിയത് വന്നിട്ടുണ്ട്. മഞ്ചേട്ടനോട് ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഡൽഹിയിലുണ്ട്. അപ്പോൾ റീവണ്ടി വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് പോയി കേട്ടോ. പിന്നെ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു റെഡിഗോ. ഏതാ പ്രോ മോഡൽ? 2017 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, എ വേരിയന്റ് ആണ് വരുന്നത്. എ വേരിയന്റ് ഏതെന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷൻ ബേസ് മോഡൽ, 2 ഓപ്ഷൻ ഉള്ളത്, എയും ടിയും. ഓ എയും ടിയും അല്ലേ? അതെ, 2 ഓപ്ഷൻ. അടിപൊളി. പിന്നെ വണ്ടി വേറെ തട്ടുമുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുണ്ടല്ലോ, നല്ല വണ്ടിയാ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ അല്ലേ? ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല. പവർ വിൻഡോസ് ഒന്നും വരില്ല. പവർ വിൻഡോ വരില്ല, അത് മാത്രമേ ഉള്ളൂ. ടിയും എയും തമ്മിലുള്ള മാറ്റം പറയുമ്പോൾ പവർ വിൻഡോ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ എയർ ബാഗ് ഒന്നും പിന്നെ എന്തായാലും വരില്ല. 16 അല്ലേ പറഞ്ഞേ? 17 അല്ലേ? ഓടിയതോ 54,000 കിലോമീറ്റർ. 54,000 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ ആണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ജെനുവിൻ ആണ്. അതെ. എന്താ വില വരുന്നത്? നമ്മളിത് 185 കൊടുക്കാം. 185 17 വണ്ടി അല്ലേ? മാക്സിമം ലോൺ കൊടുക്കാം നമുക്ക്. അല്ല, ഫൈനൽ പ്രൈസ് ആണോ? ഫൈനൽ പ്രൈസ് ചെറിയ രീതിയിൽ മാനം ചെയ്യാം നമുക്ക്. ചെറിയൊരു നെഗോഷിയേഷൻ ഉണ്ടാവും അല്ലേ? അതായത് മാക്സിമം മുട്ടിച്ചാണ് പറയുന്നത്. പിന്നെ ഒറ്റ വില പറഞ്ഞ ആൾക്കാർക്ക് ഒരു സങ്കടം ഉണ്ടെന്ന് ഓർത്തിട്ടാണ് നെഗോഷ്യബിൾ ആയെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഫുൾ ലോൺ തന്നെ കയറൂല്ലേ? മാക്സിമം ലോൺ കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ KUV ഇത് 2016 ഫുൾ ഓപ്ഷൻ ഡീസൽ. 16 ഫുൾ ഓപ്ഷൻ ഡീസൽ അല്ലേ? ഓ ഡീസൽ അല്ലേ? 25 കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ? കിട്ടും, എന്തായാലും കിട്ടും. പിന്നെ ഓടിയതൊക്കെയോ? 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 89,000 കിലോമീറ്റർ. 89 അല്ലേ? ഓക്കെ. 16K8 എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ. അന്ന് ഇറങ്ങിയ ടോപ്പ് വണ്ടിയാണ്. ഡീസൽ എന്താ പറയുക, നല്ല മൈലേജ് കിട്ടും. ഒരു കോമ്പാക്ട് ഒരു മൈക്രോ SUV അല്ലേ? നമുക്ക് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽ ഉണ്ടാവും. അതെ. ആ സീറ്റിംഗ് ഒക്കെ ലേശം നല്ല ഹൈറ്റിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും വൃത്തിയുണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട്. ജെനുവിൻ കിലോമീറ്റർ അല്ലേ ബ്രോ? ജെനുവിൻ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഹിസ്റ്ററി കൊടുത്തൂടെ നമുക്ക്? ഹിസ്റ്ററി കൊടുക്കാം അല്ലേ? പിന്നെ വണ്ടികൾ ഇട്ടേക്കുന്നത് ലേശം കൺജസ്റ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ബ്രോ അയച്ചു തരും. പിന്നെ സനുബ്രോന്റെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ റീപ്ലേസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ? ഒന്നുമില്ല. 88,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ. ലോണോ മാക്സിമം? ലോൺ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാം. വില നമുക്ക് ഓഫർ കൊടുക്കാം. 3,25,000 കൊടുക്കാം. 3,25 16 വണ്ടിയോ? 16K8 ഫുൾ ഓപ്ഷൻ ഡീസൽ. അതും ഹിസ്റ്ററി പക്ക വണ്ടി. ഹിസ്റ്ററിയുള്ള വണ്ടി. ഓ അത് നല്ല പ്രൈസ് ആട്ടോ. നമുക്കിത് ഒരു 3.5 ലക്ഷം ലോൺ കൊടുക്കാം. 25 രൂപ അങ്ങോട്ട് കൊടുക്കാം. 3,25 അല്ലേ പറഞ്ഞത്? അതെ. 3,20,000 ഓഫർ പ്രൈസ് ആണ്. ഇത് നെഗോഷ്യബിൾ അല്ല. എനിക്ക് തോന്നുന്നു 3.5 മേലെ നോർമൽ വില ലോൺ കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും 3,25,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി. ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. അതൊരു കോമ്പാക്ട് SUV അല്ലെങ്കിൽ പോലും അങ്ങനെ കാണാൻ പറ്റുന്ന വണ്ടി അല്ലേ? നല്ല അടിപൊളി ടിയാഗോ ഉണ്ടല്ലോ. ഇത് 2018 മോഡൽ XT ആണ് വരുന്നത്. 18 XT. ഓടിയതോ ബ്രോ? ഇത് 53,000 കിലോമീറ്റർ, കോഴിക്കോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 53,000 കോഴിക്കോട് സിംഗിൾ ഓണർ. ഈ 53,000 ജെനുവിനാണ്. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഇത് വണ്ടീൻ്റെ കീ ഇവിടെ ഇല്ല, ഇത് ലോക്കാണ്. ഇതിൻ്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. എക്സെറ്റ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ? അല്ല, XT ആണ് മിഡിൽ ഓപ്ഷൻ അല്ലേ? എന്നാലും ഒരുവിധം എല്ലാ സാധനം ഉണ്ടാവും. എല്ലാം ഉണ്ട്. 4 ഡോർ വിൻഡോ, റിയർ വൈപ്പറിനൊക്കെ കുറവുണ്ടാവുള്ളൂ. റിയർ വൈപ്പർ അല്ലേ? പക്ഷെ ബാക്കി ഒരുവിധം ഇന്റീരിയർ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? പ്രൈസോ?
നമ്മൾ 360. 3,60,000. അതായത് നമുക്കൊരു 3.5 ലക്ഷം ലോൺ കൊടുക്കാം. 3.5 കൊടുക്കാം. അല്ലെങ്കിൽ മോഡൽ 2018 അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ടിയാഗോ കൊള്ളാവുന്ന ഒരു വണ്ടിയിൽ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ? അതായത് നല്ല വൃത്തിയുള്ള വണ്ടി, റീപ്ലേസും ഇല്ല, ലോ കിലോമീറ്റർ അല്ലേ? നമ്മുടെ അടുത്ത് ഇതിന്റെ ഒരു സെയിം കളർ എക്സെന്റ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ കൂടി കാണിച്ചിട്ടുണ്ട്, അത് ബുക്കിംഗ് ആയിരുന്നു. ബുക്കിംഗ് ആയില്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് നോക്കിയോ 360 അതുപോലെ തന്നെ ബലേനോ ആണെങ്കിലോ 2017 ബലേനോ 17 ആണ്. ഏതാ വേരിയന്റ്? ഡെൽറ്റ അല്ലേ? 17 പെട്രോൾ അല്ലേ? പെട്രോൾ. ഓടിയത് 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 70,000 സിംഗിൾ ഓണർ. പിന്നെ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നുമില്ല, ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. 70 വലിയൊരു ഓട്ടം എന്ന് പറയാനില്ല അല്ലേ? ഇല്ല, അതായത് ആവറേജ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ മോശമൊന്നുമില്ല, നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട്, ഒരുവിധം എല്ലാ ഫീച്ചറും ഉണ്ട് അല്ലേ? എല്ലാ ഫീച്ചറും ഉണ്ട്, നല്ല ക്വാളിറ്റി വെക്കണം. പിന്നെ അതായത് ഇത് ഡെൽറ്റ 17 മോഡലിൽ പ്രോജക്റ്റ് ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവില്ല. 19 ശേഷം പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ ക്ലൈമറ്റ് കൺട്രോൾ AC ഒക്കെ വരും. AC വരും, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. പ്രൈസ് നമുക്ക് ഓഫർ കൊടുക്കാം, 5,20,000 കൊടുക്കാം. 5,25,000 17 വണ്ടി അല്ലേ? ഓ, സ്വിഫ്റ്റിന്റെ വില പോലും ആയില്ലല്ലോ. ഇല്ല, ഇപ്പോൾ സ്വിഫ്റ്റിനേക്കാളും വില കുറഞ്ഞ വില എനിക്ക്. ഇയറിംഗ് അല്ല, എന്ത് ഓഫർ വേണ്ടേ? അതെ, മാക്സിമം ഓഫറിൽ കൊടുക്കാം കേട്ടോ. അതായത് റീപ്ലേസ്മെന്റ് ഇല്ല, വേറെ ഒരു അപാകത ഇല്ലാത്ത നല്ല ക്ലീൻ പീസ് ക്വാളിറ്റി വണ്ടി അല്ലേ? അത് ഗ്യാരണ്ടി കൊടുക്കൂല നമ്മള്? ഗ്യാരണ്ടി കൊടുക്കാം. ആ ഗ്യാരണ്ടി കൊടുത്തില്ല ഇടി ഉറപ്പാ നമുക്ക്. നമ്മളെ വണ്ടി എല്ലാം ഗ്യാരണ്ടി വണ്ടിയില്ല. കാരണം നമ്മൾ ഇത്രയും വീഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ സ്വന്തം സ്ഥലത്ത് ഒരു വണ്ടിക്ക് ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ മാനക്കേടാണ്. അതെ. അപ്പോൾ എന്തായാലും നോക്കിക്കോട്ടെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ മെയിൻ സാധനം ഒരു സാധനം കാണിച്ചു കേട്ടോ. ശരിക്കും ഞാൻ i20 എടുക്കുന്നതിന് മുമ്പ് ഞാൻ കുറേ തപ്പി നടന്നത്, ഒരുപാട് എൻക്വയറി ചെയ്യുന്ന വണ്ടികളാണ്. എനിക്ക് കിട്ടിയില്ല. ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ ഫോർഡിന്റെ വണ്ടിയിൽ അന്നും ഇന്നും ഒരുപോലെ മാർക്കറ്റുള്ള വണ്ടി അല്ലേ? ഫ്രീ സ്റ്റൈലാണ്. ഏതാ മോഡല്? 2018 ടൈറ്റാനിയം. 18 ഫുൾ ഓപ്ഷൻ. ഓ, ഡീസൽ അല്ലേ? പെട്രോൾ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോഴും എനിക്ക് ഡീസൽ നല്ലത് കിട്ടാനുണ്ടായിരുന്നില്ല, പെട്രോളും കിട്ടാനില്ല. ഇല്ല. അതെ. ഇത് ഓടിയതോ? ഇത് 43,000 കിലോമീറ്റർ സിംഗിൾ ഓപ്ഷൻ. അത്ര ഓടിയുള്ളൂ അല്ലേ? അടിപൊളി കേട്ടോ. ടയർ ഭാഗങ്ങൾ ആവറേജ് ആണ്, പക്ഷേ വൃത്തിയില്ല. പക്ഷെ വണ്ടി നല്ല ഓവറോൾ നല്ല വൃത്തിയാണ് കേട്ടോ. ഈ ഫോർഡിന്റെ പെട്രോൾ എടുത്ത് ധൈര്യമായിട്ട് എടുക്കാം അല്ലേ? ഒരു കംപ്ലൈൻസും ഇല്ല, എല്ലാം ഷോറൂം സർവീസ് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ഒരു ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് സാധനം വരുന്ന ഒരു വണ്ടിയാണ്. 44,053 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. കറക്റ്റ് സർവീസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. അപാകത എന്തെങ്കിലും പറയാനുണ്ടോ ബ്രോ? ഒരു അപാകത ഇല്ല, റീസെന്റ് സർവീസ് കഴിഞ്ഞാൽ. അതെ അല്ലേ? ഇതിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ അടിപൊളി. അതായത് ഒരു ക്രോസ് ഓവർ സെഗ്മെന്റിൽ ഒരു അടിപൊളി വണ്ടിയാണ് അല്ലേ? ഈ ക്രോസ് വണ്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവ് എടുത്തത്. അതെ. ഇത് ഡീസലാണ്, ഒരു 25 കിലോമീറ്റർ പ്ലസ് മൈലേജ് അല്ലേ? ഈ പെട്രോളിന് ഒരു 15 കിട്ടുമോ? പെട്രോൾ 15 കിട്ടും. എന്താ വില? ഇത് നമുക്ക് നെറ്റ് 470 കൊടുക്കാം. 470. ഈ സാധനത്തിന്റെ വില ഇപ്പോഴും കുറഞ്ഞിട്ടില്ല അല്ലേ? ഇതിന്റെ വില മാത്രം കുറയുന്നില്ല. അതെ. 4,70,000 രൂപയ്ക്ക് ഇതിൽ 6 എയർ ബാഗ് വരും അല്ലേ? വരും. ഓക്കെ. അപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 470 ആസ്കിങ്. കുറേ ഉണ്ടോ? ഇല്ല, നെറ്റാണ്. അതെ അല്ലേ? ഇതിലൊരു 50 റുപ്യ കാണേണ്ടി വരും അല്ലേ? ഇറക്കണമെങ്കിൽ 4,4 ലോൺ കിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, നല്ല വൃത്തിയുള്ള വണ്ടി. അതുപോലെ തന്നെ വെൻഡോ കിടപ്പുണ്ട്. വെൻഡോ ഡീസലാ? ഇത് പെട്രോളാ. പെട്രോള്. നിങ്ങൾ പെട്രോൾ നോക്കിയെടുക്കുന്നത് പണിയിട്ടാതിരിക്കാനല്ലേ? നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതെ, മേടിക്കുന്നവർക്ക് കുഴപ്പമില്ല, എടുക്കുന്നവർക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വൃത്തിയുള്ള വണ്ടി. ഇത് ഏതാ പ്രോ മോഡല്? 2010 മോഡല്. 10 ആണ്. ഹൈലൈൻ ആണ്. 10 ഹൈലൈൻ അല്ലേ? 10 ഹൈലൈൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഇന്റീരിയർ കൂടെ കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ കേട്ടോ. അത് നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാലോ. റീസെന്റ് ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് വന്നതാണ്. ഒരു 10 ഇഞ്ചിന്റെ സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും മാറിയിട്ടില്ല. അടിപൊളി. ഇതിപ്പോൾ നമുക്ക് പ്രൈസ് എത്രയാ? നമുക്ക് 185. 1,85,000. മോഡൽ ഏതാ പറഞ്ഞാൽ? 2010. 10 ആണല്ലോ അല്ലേ? അടുത്ത വർഷം പേപ്പർ ആവും. ഒരു വർഷത്തിന് അടുത്തുണ്ടോ? ഒരു 9 മാസം അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ. അതായത് 1,85,000 രൂപയ്ക്ക് ആലോചിച്ച് നോക്കുക. ഇത്രയും വലിയൊരു സെഡാൻ വണ്ടിയാണല്ലോ പൈസ വരുന്നത് അല്ലേ? 2010 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഹൈലൈൻ വരുന്നത് കേട്ടോ. വേറൊരു കേസില്ലേ, ഇത് പെട്രോളിന് കംപ്ലൈൻറ്റും ഇല്ലല്ലോ അല്ലേ? ഡീസലാണെന്ന് നോക്കേണ്ടതില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മിസ് ചെയ്യണ്ട കേട്ടോ, നോക്കിയെടുത്തോ. അതുപോലെ തന്നെ കിഡ് ആണെങ്കിലോ? ഇത് 2017 RXL. 17 RXL. കൊള്ളാം കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇത് ഓടിയതോ ബ്രോ? ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 70 ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിന്. പിന്നെ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് മേലെ ഉണ്ടല്ലേ? ആവറേജ് മേലെ കിട്ടും. ഒരു 5 കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കാം. വണ്ടി ഇട്ടേക്കുന്ന ലേശം കൺജസ്റ്റഡ് ആയിട്ടാണ്, അതുകൊണ്ടാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ മോശമല്ല കേട്ടോ, നല്ല വൃത്തിയുണ്ട്. RXL അല്ലേ? പക്ഷെ പവർ വിൻഡോ 2 ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം സാധനങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാട്ടോ. ഇത് ഇപ്പോൾ നമുക്ക് എന്ത് വിലയിട്ടേ കൊടുക്കും? ഇത് നെറ്റ് നമുക്കൊരു 245 കൊടുക്കാം. 245. 2,40,000 രൂപ. 2017 RXL അല്ലേ? 1 ലിറ്റർ ആണോ വണ്ടി?
വൃത്തിയുണ്ടല്ലോ വണ്ടി, റീപ്ലേസ് ഇല്ലല്ലോ, ഒന്നുമില്ല. ഇത് നമ്മൾ അറിയുന്ന ഒരാൾ ഉപയോഗിച്ചതാ. 245 അല്ലേ. അടുത്തത് മൈക്ര, ഇത് 2011 ആണ്. ഡീസൽ ഗുണമെന്ന് പറഞ്ഞാല് 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. 25 അല്ല 30 കിട്ടും. ഇത് 11 അല്ലേ, 11 XV. ഫുൾ ഓപ്ഷൻ. അലോയ് വീല് സെപ്പറേറ്റ് ഇതാ ചെയ്തിട്ടുണ്ട്, വരൂല്ല പക്ഷെ എന്നാലും മാറ്റി ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ വണ്ടി ഓവറോള് ബ്ലാക്ക് ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എടാ അപാധം എന്തെങ്കിലും ഉണ്ടോ? അപാധങ്ങളൊന്നുമില്ല. ഓടിയതോ? 1.14 ഓടിയിട്ടുണ്ട്. 1.16. അതൊന്നും ഒരു ഓട്ടമേ അല്ലല്ലോ. ഓട്ടമല്ല. ഇത് ഹിസ്റ്ററി ഉണ്ടോ ബ്രോ? ഹിസ്റ്ററി അവൈലബിൾ ആയിരിക്കില്ല, പക്ഷെ എഞ്ചിൻ പക്കയാണല്ലേ. അതായത് 11 വണ്ടിയാണ്, ഡീസലാണ്. 1.5 ഓടാൻ സാധ്യത ഉണ്ട് അല്ലേ? ഇല്ല, ഇത് നിലവിൽ 1.17 ഓടിയത്. കിലോമീറ്റർ അല്ല. ഓണർഷിപ്പ് 4th. അതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് അല്ലേ. വില കുറച്ച് കൊടുക്കാം. എത്ര കൊടുക്കാം? 11 XV ആണ്. നമ്മൾ 1.70 ആണ് ആസ്ക് ചെയ്യുന്നത്. അതിലൊരു 1 lakhന്റെ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 10,000 ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം അല്ലേ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ലോണൊക്കെ എൻ്റെ സുഖമായിട്ട് എടുക്കാട്ടോ. നിങ്ങൾ ആലോചിക്കേണ്ടത് വളരെ വില കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്ന 25 കിലോമീറ്റർ മൈലേജ് ഡീസൽ വണ്ടി അല്ലേ. കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്തോ, ഗ്യാരണ്ടി വാറണ്ടി പറയില്ല. ഇതാണെങ്കിലോ 2018 എക്സഡ് ഫുൾ ഓപ്ഷൻ ഉണ്ട്. 18 എക്സഡ് ആണ്. എക്സഡ് എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. ഇന്റീരിയറും എക്സ്റ്റീരിയറും അടിപൊളിയാണ്. പിന്നെ ബോഡി വൈസ് നല്ല നീറ്റാ അല്ലേ. കുഴപ്പമൊന്നുമില്ല. അലോയ് വീൽ തന്നെയാ. സിൽവർ ആയാലും ഇത് ബ്ലാക്ക് ആണ്. അത് പെയിന്റ് അടിച്ചാ. ടയർ ഭാഗങ്ങളും മോശമൊന്നുമില്ല കേട്ടോ. ഓടിയതോ ബ്രോ? 52,000 കിലോമീറ്റർ. 55,000 കിലോമീറ്റർ. 55 അല്ലേ കേട്ടോ. അന്നത്തെ ഫുൾ ഓപ്ഷനിൽ എല്ലാ സാധനവും ഉണ്ട്. അത് ഈ വണ്ടിയിലുണ്ട് താനും. പിന്നെ എന്താ വില? ഇവിടെ ഇട്ട പ്രൈസ് നോക്കണം. നമുക്ക് ഓഫറായിട്ട് ഒരു 4 lakh റേഞ്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇതിനകത്ത് എല്ലാത്തിനും വില ഇട്ടിട്ടുണ്ടല്ലേ? 4.20 ആണ്. ഇതിനകത്ത് 4.20 ഇട്ടിട്ടുള്ളത്. ഓഫറാണ് 4 lakh റേഞ്ച്, 4 ലക്ഷം രൂപ. നെഗോഷ്യബിൾ ആവുമോ? ചെറിയ രീതിയിൽ കൊടുക്കാം. ഒരു 380 ലോൺ കൊടുക്കാം. ഓൾമോസ്റ്റ് ഫുൾ തന്നെ കിട്ടൂല്ലേ? 18 അല്ലേ. പ്രൊഫൈല് പക്കയാണ് കിട്ടൂല്ലേ. ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ. ഈ നിര കിടക്കണ എല്ലാം പുതിയ സ്റ്റോക്ക് വന്ന വണ്ടി, അടിപൊളി വണ്ടികളാണ്. നിങ്ങൾ മിസ് ചെയ്യാണ്ട് നോക്കിക്കോ. സനൂബ്രോന്റെ നമ്പർ വെച്ചിട്ടൊന്ന് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് കംപ്ലീറ്റ് വണ്ടികളുടെ ഡീറ്റെയിൽസും പറഞ്ഞു തരും കേട്ടോ. അതേപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഞങ്ങളുടെ പുറകിൽ കുറച്ച് വണ്ടികളുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരുന്നതായാലും. ഇപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട്. നമുക്ക് ഫുൾ വലിയ ഡീറ്റെയിൽ ആക്കണ്ട അല്ലേ. ഇത് നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് വണ്ടികൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് എടുക്കാൻ പറ്റുന്ന 3-4 വണ്ടികളുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഫോട്ടോ ആണെങ്കിൽ. മഴ ഇപ്പോൾ പെയ്യും. ബ്രോ ഇതിപ്പോൾ ഏതാ മോഡൽ? ഇത് 2014 ഇയോൺ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എന്താ വില? ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഒരു 155 കൊടുക്കാം. 155 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 14 വണ്ടി 1,55,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു റിച്ച് ഉണ്ടല്ലോ. ഇത് 2016 ആണ്. LXC ആണ് വേരിയന്റ്. ഇത് നമുക്ക് ഫൈനൽ ഒരു 335 കൊടുക്കാം. 16 335 ഫൈനൽ കൊടുക്കാം. അടിപൊളി കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല. ഫുൾ ഷോറൂം സർവീസിലെ വണ്ടി കേട്ടോ. 335 അല്ലേ? 335. അത് കൊള്ളാം കേട്ടോ. നിങ്ങൾ നോക്കിയോ. അതുപോലെ തന്നെ ഇതാണെങ്കിൽ റിച്ച് അല്ല സോറി കിഡ്. ഇത് നമുക്കൊരു 355 കൊടുക്കാം. ഓട്ടോമാറ്റിക് അല്ലേ. മോഡലോ 19 അല്ലേ. 19 RXL അല്ല RXT അല്ലേ. RXT ഓട്ടോമാറ്റിക് വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി. ഇതൊക്കെ നിങ്ങൾ 3,55,000 കൊടുക്കും. മാക്സിമം കുറയാണ്ട് കുറച്ച് കൊടുക്കൂലേ? മാക്സിമം ആണത്. അതെ അല്ലേ. അതിൽ പറയാനൊന്നുമില്ല. എങ്കിലും നീ നോക്ക്. ഇനി അതോ പരമാവധി കൊടുക്കാം. അത് ബുക്കിംഗ് ആയതാ. ബാക്കിലുണ്ടല്ലോ 3 അത് ടിഗോറിലാണ്. ടിഗോറാ? 2 ടിഗോറും. ഇത് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണം നോക്കിക്കോട്ടെ. ഇത് നമുക്ക് നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും പാർക്കിംഗ് സെയിലാണ്. പാർക്കിംഗ് സെയിലാണ്. മോഡൽ ഏതാ ഇത്? ഇത് 2018 XT ആണ്. ഇത് 17 XT. 17ഉം 18ഉം XT അല്ലേ. ഇത് നമുക്ക് 1 lakh റേഞ്ച് ഓടിയിട്ടുണ്ട്. ഇത് 59 ഓടിയിട്ടുള്ളൂ. പെട്രോൾ. അപ്പൊ അതിനെന്താ വില വരും? ഇത് നമുക്ക് ഫൈനലി 2,60,000 കൊടുക്കാം. 2,60,000 കൊടുക്കാം. 18 വണ്ടിയാ. 3,30 ലോണും കിട്ടും. അടിപൊളി. ഇനി ഇതാണെങ്കിലോ? ഇത് നമുക്ക് ഒരു ഫൈനൽ ഒരു 3,30 കൊടുക്കാം. 3,30. 17 വണ്ടി. കൊള്ളാട്ടോ. നിങ്ങൾ വരിക, വന്നിട്ട് ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കുക. ടിഗോർ ആണ്. പിന്നെ ടാറ്റയുടെ വണ്ടിയാണ്. നമ്മൾ ടിയാഗോ തന്നെ അല്ലേ? സെയിം ടിയാഗോ. അതെ, നോക്കിക്കോളൂ. അത് നിങ്ങൾക്ക് മാക്സിമം ഇപ്പൊ പറഞ്ഞ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ എവിടെ ഈ വിലയ്ക്ക് ഉണ്ടാവില്ല വണ്ടി കിട്ടും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വണ്ടി. പ്രശ്നങ്ങൾ പറയുമ്പോൾ എൻജോയ്മെന്റ് അല്ല, ബോഡി ചെറിയ ഫേഡ് ആയത് അങ്ങനെയുള്ള ഉണ്ട്. ഒന്ന് പോളിഷ് ഒക്കെ ചെയ്യാണ്ടല്ലേ, എടുത്തിട്ട് ചെയ്യാം. അതെ. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് മാക്സിമം ഫുൾ ഓണിന്റെ പുറമെ നിങ്ങൾക്ക് പൈസ കിട്ടും. ആൾട്ടയും കൂടി പറഞ്ഞാലോ? അല്ല, ആൾട്ടോ നമുക്ക് ഓൾറെഡി ബുക്കിംഗ്. അപ്പൊ ഇനി ഒറ്റ വണ്ടി കൂടി കാണിച്ചു തരാം. ഇത് 2010 സാൻഡ്രോ 10 ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ കൂടി കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. 2010 സാൻഡ്രോ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മളിവിടെ 1,10 കൊടുക്കാണ്ട് വെച്ചാൽ വണ്ടിയാണ്. നമുക്ക് ഇത് ഫൈനലിൽ 90 കൊടുക്കാം. 90 കൊടുക്കാം. അതിന്റെ മുകളിൽ ഇങ്ങനെ നെഗോഷ്യബിൾ ഉണ്ടാവില്ല കേട്ടോ. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ സോനു ബ്രോ. നമ്മുടെ ആൾക്കാർ വരുമ്പോൾ ഞാൻ പിന്നെ ഇന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അറിയാലോ, അപ്പൊ എല്ലാവർക്കും അറിയാം ഈ ഷോറൂമിൽ വണ്ടികളുടെ ഒരു ക്വാളിറ്റിയും. ഇപ്പൊ ഉള്ളതേ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാറുള്ളൂ അല്ലേ. അതുപോലെ തന്നെ
ഇപ്പോൾ ഈ മുമ്പ് കിടക്കുന്ന എല്ലാ വണ്ടികളും ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു ഇതെല്ലാം പുതിയ സ്റ്റോക്കാണ്. പുതിയ സ്റ്റോക്കാണ്. ഇതിന് ശേഷം പഴയ സ്റ്റോക്ക് കിടന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മാക്സിമം വില കുറച്ചിട്ട് ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുന്ന എടുത്തോ. പിന്നെ എനിക്കാകെ പറയാനുള്ളത് വൃത്തിയുള്ള വണ്ടി വില പറയണം, നമ്മൾ കൊടുക്കുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ. അതിനോടൊപ്പം നമ്മൾ കുറേ വണ്ടികൾ കാണിച്ചു കൊടുത്തു അല്ലേ, ഏകദേശം 10-15 വണ്ടിയോളം കാണിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ നേരെ വരിക, കോഴിക്കോട് വരിക, മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് വെള്ളിപറമ്പിൽ നമ്മുടെ മീഡിയ വണ്ടി ഓഫീസ് തൊട്ടടുത്ത് അവിടെയാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ മാക്സിമം വില കുറച്ച് കൊടുക്കണ്ടോ ആൾക്കാർക്ക്, നമ്മൾ മാക്സിമം വില കുറച്ചിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകുന്ന വീഡിയോയും കൂടി ആയതുകൊണ്ടാണ് വേഗം കാണിച്ചു തന്നത്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതല്ലേ. ഓക്കെ.